നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം ശത്രുദോഷത്തെക്കുറിച്ചാണ്. ഒരുപാട് പേരുടെ ചോദ്യമാണ്. ഞങ്ങൾ ആയിരങ്ങളല്ല ലക്ഷങ്ങൾ മുടക്കി ശത്രുദോഷ പരിഹാര പൂജകൾ നടത്തി, പക്ഷെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ശത്രുദോഷം അത്ര കഠിനമാണോ? പലരുടെയും ചോദ്യമാണ്. ആ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടാകും, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ശത്രുദോഷം കഠിനമാണോ? ശത്രുദോഷം കഠിനമാണ്. അത് എന്തുകൊണ്ടാണ് പരിഹാര പൂജകൾ നടത്തിയിട്ടും പൂർണ്ണമായും അത് മാറിക്കിട്ടാത്തത്? അതിനുള്ള കാരണമാണ് എനിക്ക് വിശദമായി പറയാനുള്ളത്. ശത്രുദോഷം എന്ന് വെച്ചാൽ വളരെ വലുതാണ്. എന്നെ വിളിക്കുന്ന ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കി പരിഹാര പൂജകൾ ചെയ്തു, പക്ഷെ അതിന് ഒരു മാറ്റവും വരുന്നില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട് സമ്പത്ത് കോടികൾ സമ്പാദ്യം ഉണ്ടായിരുന്നവർ പോലും ഇന്ന് പാപ്പരായിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരു കുടുംബത്തിലെ ഗ്രഹനാഥന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ശത്രുദോഷം ചെയ്താൽ അത് അദ്ദേഹം മാത്രമല്ല അനുഭവിക്കേണ്ടി വരുന്നത്. വിദേശത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും, വിദേശത്ത് പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നന്നായി ജീവിച്ചിരുന്നവരാണ്, അവർ ഭാഗ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ ബിസിനസ്സിൽ കൂടി ഉയരുകയും കോടികൾ ഉണ്ടാക്കുകയും പലതും സമ്പാദിക്കുകയും ചെയ്തത്. അവരുടെ മക്കൾ വിദേശത്ത് പോയി പഠിച്ച് അവിടെ നല്ല തൊഴിൽ നേടിയതൊക്കെ അവർക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ്. പക്ഷെ ആ ഭാഗ്യത്തെ എല്ലാം തകർത്ത് കളയുന്ന വിധത്തിലുള്ള കൊടിയ ശത്രുദോഷങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ദുഷ്കർമ്മികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ആ ദുഷ്കർമ്മികളെ കൊണ്ട് നമ്മൾക്ക് ഇത്രയും നാൾ ഉപകാരം ഉണ്ടായിരുന്ന ആൾക്കാരെ നശിപ്പിക്കാൻ പറ്റുന്ന ക്രൂരത നിറഞ്ഞ മനസ്സുള്ള ബന്ധുക്കളോ ഏറ്റവും അടുത്ത് നമ്മൾ സഹായിച്ചിട്ടുള്ള നമ്മൾ സുഹൃത്തുക്കളോ ഉണ്ട്. അപ്പം ഈ രണ്ട് കൂട്ടരും കൂടി ചേരുമ്പോൾ ഏറ്റവും പാവപ്പെട്ട നല്ല മനസ്സുള്ള പല ആൾക്കാരും ഇതുപോലെ ശത്രുദോഷത്താൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ഉള്ളവർ പോയി ഞാൻ ഒരുപാട് പരിഹാരം ചെയ്യുന്നുണ്ട്. അവർ പോയി ആരടുത്തെങ്കിലുമൊക്കെ പോയി ജ്യോതിഷികളടുത്തോ പോറ്റുമാരടുത്തൊക്കെ അന്വേഷിക്കുന്നു. വലിയ ഈ പരിഹാരങ്ങൾ ചെയ്യുന്ന സ്ഥലത്തൊക്കെ പോയി അവർ പരിഹാര പൂജകൾ ചെയ്യുന്നുണ്ട്. ഇന്നും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും കുറച്ച് ദൂരെ നിന്നും കാസർഗോഡ് ഭാഗത്തുനിന്ന് എന്നെ ഒരാൾ വിളിച്ചിരുന്നു. അവർ പോയി പൂജ ചെയ്തു. വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലത്താണ് അവർ പോയി ചെയ്തത്. അവിടെ പോയിട്ട് ലക്ഷങ്ങൾ അവർ കൊടുക്കേണ്ടി വന്നു. അവർക്ക് വളരെ വിശ്വാസമായിരുന്നു. അത് ചെയ്തു കൊടുത്തു. 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഒരല്പം പോലും ആശ്വാസം അവർക്കുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്താലും പൂർണ്ണമായും എല്ലാ കേസുകളും പൂർണ്ണമായി വിജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ചില കേസുകളൊക്കെ പൊരുതി തോറ്റുപോകുന്നതാണ്. എങ്കിലും ഞാൻ വിടാറില്ല, പുറകെ കൂടി ഞാനത് പരിഹരിക്കാറുണ്ട്. എന്നാലും നമുക്ക് സംഭവിക്കുക, നമ്മൾ പൊരുതിയിട്ട് നമ്മൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി നമ്മൾ പൊരുതി പിന്മാറേണ്ടി വരുന്നു. പിന്മാറുന്നില്ല, പൊരുതി തോൽവി ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഏറ്റുവാങ്ങാറില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, പൊരുതാതെ തോറ്റുപോകുന്നവരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്താണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നറിയാമോ? എന്നെ വിളിക്കുന്ന ഒരാൾക്ക് ഒരു ശത്രുദോഷമുണ്ട് സാറേ, തകർന്നു പോയി, ഞങ്ങളെ രക്ഷിക്കണം, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു 5 ലക്ഷം രൂപയും കൊണ്ട് നീ എൻ്റെ അടുത്ത് വാ, ഞാൻ ഇവിടെ വെച്ച് പരിഹരിച്ച് തരാം എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഒരിക്കലും അത് പരിഹരിക്കപ്പെടുകയില്ല. കാരണം ഈ ദോഷം വന്ന ഒരാൾ, അയാളുടെ ശരീരത്തിലും അയാൾ താമസിക്കുന്ന അന്തരീക്ഷത്തിലുമാണ് ഈ നെഗറ്റീവുകൾ നിൽക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പം തൃശ്ശൂരോ കോഴിക്കോടോ പാലക്കാടോ ഉള്ള ഒരാളിൻ്റെ വീട്ടിലെ ദോഷങ്ങൾ ആവാഹിച്ചെടുക്കാൻ സാധിക്കില്ല. ഒരാൾക്കും സാധിക്കില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ശത്രുദോഷം പോലുള്ള പരിഹാര പൂജകൾ നമ്മൾ ഏത് വീട്ടിലാണോ, അത് ഏത് നാട്ടിലാണോ, അവിടെ പോയി അവിടെ വെച്ച് പരിഹാര പൂജകൾ ചെയ്ത് അതിനുശേഷം ആ ദോഷങ്ങളെല്ലാം ആവാഹിച്ച് മാറ്റി പുതിയ ദോഷങ്ങൾ അല്ലെങ്കിൽ ഇത് തന്നെ തിരിച്ചു വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഭൂമിയുടെ 5ഓ 7ഓ ഭാഗത്ത് നമ്മൾ കലശങ്ങളെല്ലാം കുഴിച്ചു വെച്ച് അതൊരു സംരക്ഷണമാണ്. 90 ദിവസത്തോളം അവർ വീട്ടിൽ അല്ലെങ്കിൽ 120 ദിവസത്തോളം ഈ ദോഷത്തിൻ്റെ പവർ അനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അനുഷ്ഠാനങ്ങൾ കൃത്യമായി ചെയ്താൽ ഇത് മാറിക്കിട്ടും. ഇത് സംഭവിക്കുന്ന അങ്ങനെയല്ല. പലരും പറയും, നിങ്ങൾ ഇത്ര ലക്ഷം രൂപയും കൊണ്ട് എൻ്റെ ഇവിടെ വന്നോളൂ, ഞാൻ ചെയ്തു തരാം. അവിടെ കൊണ്ടിരുത്തിയിട്ട് അവർക്ക് പലതും ചെയ്തു കൊടുക്കും. പക്ഷെ ഒന്നും ഏൽക്കില്ല എന്നുള്ളതാണ്. കാരണം ഞാനിത് പറയാൻ കാര്യം, ഇത് വെറുതെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇന്നും മനസ്സിലാക്കുക, നമുക്ക് ഈ മാന്ത്രിക വിദ്യയിൽ ഏറ്റവും അഗ്രഗണ്യനെന്ന് പറഞ്ഞാൽ കടമുറ്റത്ത് കത്തനാരാണ്. അതുപോലുള്ള മഹാമാന്ത്രികന്മാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരാരും
അവരുടെ ആസ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു യക്ഷിയെ, ഒരു പ്രേതത്തെ ആവാഹിക്കുകയോ ഒരു ദോഷത്തെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. എവിടെയാണോ ആ ഭാഗത്ത് പോയിട്ടാണ് അവർ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇരുന്നത്. അത് നമ്മുടെ ഗുരുക്കന്മാരാണ്, അല്ലെങ്കിൽ അവരിൽ നിന്നുമാണ് നമ്മൾ പല പാഠങ്ങളും പഠിക്കുന്നത്. അവരുടെ ശക്തിയുടെ കോടിയിലൊരു അംശം പോലും ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ആർക്കുമില്ല. അപ്പോൾ അങ്ങനെയുള്ള നിസ്സാരന്മാരായിട്ടുള്ള നമ്മൾ ഒരു ഓഫീസും എടുത്ത് വെച്ചിട്ട്, എനിക്ക് ഓഫീസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ അങ്ങനെയൊന്നും ചെയ്യാറില്ല, എടുത്ത് വെച്ചിട്ട് നിങ്ങളെല്ലാം പൈസ കൊണ്ട് ഇഞ്ഞു വന്നോളൂ, ഞാൻ ഇവിടെ വെച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അത് എല്ലാ കേസും അങ്ങനെ വിജയിക്കുന്ന കേസുള്ള കൊണ്ടില്ല എന്ന് പറയുന്നില്ല, എല്ലാ കേസും അങ്ങനെ വിജയിക്കാറില്ല. ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയി ചെയ്ത് വിജയിപ്പിക്കുന്ന കേസുകളില്ലേ, അതിൻ്റെ കുറച്ചുകൂടി കടുപ്പം കൂടിയതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ചെയ്ത് പരിഹരിക്കാം. പക്ഷേ ശത്രുദോഷം പോലുള്ള വലിയ ഭീകരമായി വന്നിട്ടുള്ള ദോഷങ്ങൾ, ശത്രുദോഷത്തിൻ്റെ ആദ്യ ഘട്ടമല്ല നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യാം, മാറിക്കിട്ടും ഒരു പരിധി വരെയൊക്കെയുള്ള. പക്ഷേ വർഷങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ശക്തമായി വന്നിട്ടുള്ളതൊന്നും നമുക്ക് ഇങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല. കർമ്മികൾ, ഞങ്ങളെപ്പോലുള്ളവർ, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വന്ന്, അതിൻ്റെ വാടക വീടാണെങ്കിൽ പോലും അവിടെ വെച്ച് പരിഹരിച്ചാൽ മാത്രമേ പൂർണ്ണമായും ഇത് പരിഹരിക്കപ്പെടുകയുള്ളൂ, മാറിപ്പോകുള്ളൂ. കാരണം ഈ 100% ഒരു ദോഷം, അതൊരു നെഗറ്റീവാണ്. അതൊരു 100% ഉണ്ടെന്ന് ചിന്തിക്കുക. 40% അത് നമ്മുടെ ശരീരെ അത് ബാധിക്കുന്നത്. ബാക്കി 60% നമ്മൾ താമസിക്കുന്ന അന്തരീക്ഷത്തിലാണ് അത് നിറഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിപ്പോയാൽ നമുക്കൊരു സമാധാനം ഉണ്ടാകും, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ വീണ്ടും ഈ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾ കൂടും. അത് മിക്ക ആൾക്കാരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിനർത്ഥം ഈ ദോഷത്തിൻ്റെ പകുതിയിൽ കൂടുതലും ഈ അന്തരീക്ഷത്തിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നീ പോയല്ല, നീ തിരിച്ച് ഇവിടെ തന്നെ വരുമല്ലോ, ഇതാണ് അവസ്ഥ. അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളെ കർമ്മികൾ അവിടെ പോയി തന്നെ ഇതിനാവാഹിച്ച്, വിദ്യാമണ്ണം ആവാഹിച്ച് പുറത്ത് മാറ്റി വെച്ചിട്ട് ആ വീടിൻ്റെ 5 ഭാഗത്ത് അല്ലെങ്കിൽ 7 ഭാഗത്തെ കലശങ്ങളെല്ലാം കുഴിച്ചു വയ്ക്കണം. അതിന് പറയുന്നത് തറരക്ഷ എന്നാണ്. വാക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞാൽ. രക്ഷിക്കുക, ആ തറയെ രക്ഷിക്കുക, ആ തറയിലേക്ക് മറ്റൊന്നും വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, സെക്യൂരിറ്റിയാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ മാറുകയുള്ളൂ. പലരും ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും കഠിനമായിട്ടുള്ള ദോഷങ്ങളൊന്നും ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ചെയ്താൽ അത് മാറില്ല. ക്ഷേത്രത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നതിനൊരു പരിമിതിയുണ്ട്, ഒരു പരിധിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ക്ഷേത്ര വിശ്വാസിയായിരിക്കണം. മാസത്തിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും ക്ഷേത്രത്തിൽ പോകണം. ഇല്ലാതെ നമുക്കൊരു ദോഷം വരാൻ പോയി ഭഗവാനെ നമ്മൾ നെഞ്ചിലിടിച്ച് വിളിച്ചാലൊന്നും ഭഗവാൻ കേൾക്കില്ല. അതിന് ഭഗവാനത്ത് ഏർപ്പെടാൻ പറ്റില്ല. കാരണം നെഗറ്റീവിൻ്റെ പ്രസൻസ് കൂടിപ്പോയാൽ അവിടെയൊന്നും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഗ്രന്ഥങ്ങളിൽ കൂടി എങ്ങനെയാണ് ഇതിനെ മാറ്റണം എന്നുള്ളത് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. മന്ത്രങ്ങളും തന്ത്രങ്ങളും അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ദൈവത്തിന് നമ്മൾ വലിച്ചഴിച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും ദോഷങ്ങൾ വരാതിരിക്കാൻ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ കലശങ്ങളിൽ കൂടി നമുക്ക് വെച്ച് ഭൂമിയിൽ സ്ഥാപിക്കാം എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ പൈസ മുടക്കി ഒരു പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ദോഷങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും അവരുടെ ആസ്ഥാനത്തേക്ക് പൈസയും കൊണ്ട് ചെല്ലുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ കൊണ്ടുകൊടുത്ത പൈസ അത് നിങ്ങൾ മറന്നേക്കും, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ വന്ന്, ഇനി എത്ര ദൂരെ ഇരിക്കുന്ന ആളായാലും നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീട്ടിൽ വെച്ച് കർമ്മങ്ങൾ ചെയ്യാൻ, അത് പുറത്തറിഞ്ഞും ചെയ്യാം, അറിയാത്ത വിധത്തിലും ചെയ്യാം. അവിടെ വെച്ച് തന്നെ ചെയ്യണമെന്നും നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പരിഹാരം കിട്ടുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്ന കർമ്മികളെ കൊണ്ട് നിങ്ങൾ പരിഹാരം ചെയ്താൽ നിങ്ങളുടെ കയ്യിരിക്കുന്ന കാശ് നഷ്ടമാകില്ല. ഉപരി നിങ്ങളുടെ ദോഷങ്ങൾ മാറി വീണ്ടും നിങ്ങൾക്ക് നന്മകൾ വരും. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ, അതുപോലെ ഭൂമിദോഷമോ സർപ്പദോഷമോ ശത്രുദോഷമോ പ്രേതബാധ ദോഷങ്ങളോ കൂടപത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിച്ചാൽ മാത്രമേ അത് പൂർണ്ണമായും മാറിക്കിട്ടുകയുള്ളൂ.
അങ്ങനെയുള്ള എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ദോഷങ്ങൾ വരാതിരിക്കട്ടെ, വന്നാലും നമ്മൾ ഊപ്പാട് വരും, വരാതിരിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അത് ഞാൻ വന്ന് പരിഹരിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് ജ്യോതിഷം നേരിട്ട് വന്ന് അറിയണമെന്ന് വലിയ താല്പര്യമാണ്, ഓൺലൈൻ വഴി അല്ലാതെ. അങ്ങനെയുള്ളതിനോട് സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.